ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഞാനതാ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇടയ്ക്കെങ്കിലും ഇതുപോലൊരു സ്പെഷ്യൽ ഐറ്റമായിട്ട് വരണ്ടേ അല്ലേ? എപ്പോഴും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും മറ്റും മാത്രം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കും. അല്ലെങ്കിൽ എൻ്റെ ചാനൽസിന് വ്യൂസ് കുറവാണെന്ന് അറിയാമല്ലോ. എങ്കിലും എനിക്കിപ്പോൾ വീഡിയോസ് ഇടണമെന്ന് തോന്നിയാൽ ഞാൻ എന്തായാലും ഇടും കേട്ടോ. എനിക്ക് വേറെ ഡീറ്റെയിൽസൊന്നും ഇതിനെ പറ്റിയിട്ട് അറിയില്ല. യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മെക്കൊണ്ടാവുന്ന പോലെ ഇതുപോലെ കുക്കിംഗ് വീഡിയോസ് എടുത്തു കഴിയുമ്പോൾ ഇടാനാണ് ഞാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. ചെമ്മീൻ ബിരിയാണീനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ 2-3 സ്റ്റേജസ് ഒന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 2 വലിയ സൈസ് ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെളിച്ചെണ്ണയിലിട്ട് വഴറ്റി അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും അതേപോലെ ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ ഞാൻ ജസ്റ്റ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ 3 മസാല മാത്രമേ എടുത്തിട്ടുള്ളൂ. മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ചിക്കൻ മസാല പൊടിയും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചെമ്മീൻ മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഇത് 3ഉം ചേർത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മസാലയ്ക്ക് അത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് വഴറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ആ ചെമ്മീനെ ചേർക്കുന്നത്. ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയ പ്രോസസ്സാണ്. വളരെ ഈസി ആയിട്ട് ആക്കാനും പറ്റും, അതേസമയം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. ഒരു ചിക്കൻ ബിരിയാണി ആക്കുന്നതിൻ്റെ അത്രയും ഗൗരവം ഇതിനില്ല കേട്ടോ. കാരണം ഇത് വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാനും പറ്റും, അതേസമയം എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. ചെമ്മീൻ ബിരിയാണി എന്ന് പറയുന്ന പോലെ തന്നെ ആ ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്താ പറയുക കുറവായിരിക്കില്ല എന്നറിയാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്കാൻ പറ്റും. എനിക്കറിയാം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നതാണെന്ന് എനിക്കറിയാം. എന്നാലും എന്താ പറയുക, നമുക്കൊരു അവസരം കിട്ടിയ, അതായത് ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു ഹോളിഡേ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ഫുഡ് ആക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് തലവുണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തായാലും ചെമ്മീൻ ബിരിയാണി ട്രൈ ചെയ്യാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു പേരിനെങ്കിലും നമ്മൾ ബിരിയാണി വെക്കുന്ന സമയത്ത് ദം ചെയ്യാറുണ്ട്. വലിയ എക്സ്പേർട്ടൊന്നും അല്ലെങ്കിൽ കൂടിയും ചെറുതായിട്ടെങ്കിലും നമ്മൾ ദമ്മൊക്കെ ഇട്ടിട്ടായിരിക്കും അവസാനം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുക. പക്ഷേ എന്താണെന്നറിയില്ല, ചെമ്മീൻ ബിരിയാണീനോടൊരു സ്പെഷ്യൽ ഇഷ്ടമുള്ളത് കൊണ്ടാണെന്നൊന്നും അറിയില്ല. പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് മാത്രമേ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ നമ്മളെടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കാരണം അത്രയും ടേസ്റ്റ് ആയിരുന്നു. അതേപോലെ ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ ചെമ്മീൻ ബിരിയാണിയോട്. ചിക്കൻ ബിരിയാണി നമ്മൾ സ്ഥിരം എങ്ങനെയെങ്കിലും പുറത്തുനിന്നോ മറ്റോ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും നമ്മൾ കഴിച്ച ആ ഒരു മടുപ്പ് കൊണ്ടാണോ എന്നറിയില്ല, വല്ലപ്പോഴും ചെമ്മീൻ ബിരിയാണി ആക്കുമ്പോൾ ഉള്ളൊരു സുഖം വേറെ തന്നെ കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.